ഗൈസ്, ഒരു ബൈയിങ് ന്യൂ പെറ്റ്സ് വീഡിയോ ആണ്. നമ്മൾ കുറച്ച് പുതിയ സാധനങ്ങൾ നമ്മുടെ ഇതിലോട്ട് ഇറക്കാൻ വേണ്ടി പോകണം. അതിന് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് അനാഥമായ കുറച്ച് സാധനങ്ങളുണ്ട്. കശുവണ്ടി താറാവ് അതിന് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈയിടെ 2-3 പ്രാവശ്യം കീരിയുടെ വായിൽ അകപ്പെട്ട് വളരെ വിദഗ്ധമായി രക്ഷപ്പെട്ടു. അതിന് ജീവൻ വെച്ച് കളിക്കാൻ നമുക്ക് പറ്റില്ല, കാരണം ഒറ്റയ്ക്ക് കൂട്ടിക്കയറാൻ അറിയത്തില്ല. അപ്പോൾ എന്തായാലും ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനെ കൊടുക്കാൻ തീരുമാനിച്ചു. കാരണം നമുക്ക് ജീവൻ വിലപ്പെട്ടതാണ്. ജീവൻ കളയുന്നതിനേക്കാൾ നമുക്ക് വേണ്ടത് അത് ജീവനോടെ ഇരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ കശുവണ്ടി താറാവിനെ, അതുപോലെ തന്നെ പെയർ നഷ്ടപ്പെട്ട നമ്മുടെ 2 ലവ് ബേർഡ്സിനെ, പിന്നെ ഇതിനൊരു പെയറിന് മേടിച്ചു കൊടുക്കണം. അതാണ് നമുക്ക് മെയിൻ ഉദ്ദേശം. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് വേറെ എന്ത് മേടിക്കണം എന്ന് നോക്കാം. അപ്പോൾ ഇതിന് പെയർ, അതാണ് ആദ്യത്തെ ഉദ്ദേശം. പിന്നെ നമ്മളിങ്ങനെ സംസാരിച്ച് വന്നപ്പം കശുവണ്ടി താറാവിനെ കൊടുത്തേക്കാം എന്നുള്ളൊരു സംസാരം വന്നത്. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അത് ഇവിടെ കിടന്ന് മരണപ്പെടുന്നതിനേക്കാളും നല്ലതാണ് ഇതിന് ജീവിതം കൊടുക്കുന്നത്. ഒറ്റയ്ക്കേ ഉള്ളൂ, ഈ താറാവും കൂടെ നന്നായിരിക്കും എന്നൊക്കെ തോന്നി. അതുകൊണ്ട് നമുക്ക് താറാവിനെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ താറാവിന് ഇടാൻ വേണ്ടിയുള്ള പെട്ടിയൊക്കെ മെഹബിൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മെഹബിൻ എന്താണ് പറയുന്നത്? താറാവിനെ കൊടുക്കുന്നതിൽ വിഷമമുണ്ടോ? വിഷമമുണ്ട്, പക്ഷേ നമ്മള് കുറെ ജോഡി മേടിച്ചു കൊടുത്തൊന്നും സെറ്റാകുന്നില്ല. അതെ, അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോവാം. എന്ത് വന്നാലും കുഴപ്പമില്ല. വീട് വിട്ട് പോകുന്നതിന് മുമ്പ് സ്വന്തം കൂട്ടുകാരിയുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ നമ്മൾ കൊടുത്തു. ഇപ്പം വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായ കാഴ്ചയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പറ. എന്താണ് ഇവിടെ നടക്കുന്നത് അന്വേഷിക്കാൻ വേണ്ടി പൂവൻ കൂടിന്റെ വെളിയിൽ ചാടി പറന്നു വന്നിട്ട് നെഞ്ചു പിടിച്ച് നിൽക്കുന്നതല്ലേ കണ്ടോ? ഭയങ്കര ധൈര്യമാണ്. എന്താ ഭീഷണി മുഴക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ഭയങ്കര പിടക്കലായിരുന്നു കേട്ടോ. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മള് താറാവിനെ പിടിച്ചതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്റെ മച്ചാനെ, നീ തുറക്കുമ്പോ ഇങ്ങനെ പ്ലാന്നും പറഞ്ഞോണ്ട് വരും. ഇതിന് 2നെയും കൊടുക്കുക, നമ്മുടെ കൽക്കനുള്ള പെയറിന് മേടിക്കുക. ഇപ്രാവശ്യം നമ്മള് കാറില്ല, നമ്മള് ബൈക്കില്ല, സ്കൂട്ടറിലാ പോകുന്നത്. കേറിക്കോ. പാലായിട്ടുണ്ട്. ഈ പാലായി നമുക്ക് പ്രൈവറ്റ് സ്റ്റാൻഡിന് അങ്ങോട്ട് പോകണം. അങ്ങനെ നമ്മള് നമ്മുടെ പെറ്റ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സാധനങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് വില എത്ര കിട്ടുമെന്ന് നോക്കാം. പിന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് സച്ചിൻ്റെ അടുത്ത് മേടിച്ച താറാമോ, നമ്മൾ കൊടുക്കുന്നത് ഇവിടെയാണ്. നമുക്ക് വിഷമമുണ്ടെങ്കിലും അവസ്ഥ അറിയാലോ. പേടിച്ച് എന്തോ വിഷയമൊക്കെ ആയിട്ടുണ്ട്. കുഴപ്പമില്ല. എന്നാലും തുറക്കുമ്പോഴാണ് വിഷയം കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. തുറക്കുമ്പോ എന്താണ് റിയാക്ഷൻ നമുക്ക് അറിയാൻ പറ്റില്ല. ഈ കോഴിയെ കാണാൻ കൊള്ളാം. ഇതിനെയാണ് നമുക്ക് മേടിക്കാൻ തരാൻ വേണ്ടി പോകുന്നത് തോന്നുന്നു. സംഭവം ചെറുതാണ്. നമുക്ക് ഇനി അവിടെ കൊണ്ടുപോയി വലുതാക്കി പറക്കി എടുക്കണം. കുറച്ചുകൂടെ വലുതായിട്ട് നമുക്കത് കിട്ടിയത്. മുയലും കുഞ്ഞുങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. മുയലൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. വലുതാവാത്ത മുയലാട്ടോ. ഈ സൈസേ നിൽക്കുള്ളൂ മുയലൊക്കെ. അല്ല, കിണ്ണം പ്രാവൊക്കെ ഉണ്ട്. താറാവിനെ കണ്ടില്ലേ എല്ലാരും? ആ താറാവിനെ അഴിക്കാൻ പോവാണ്. ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ട്. ഇവിടെ വന്നപ്പോ നമ്മള് തീരുമാനം മാറ്റി. നമ്മള് 2 ഫീമെയിലിനെ കൊടുത്ത ഒരു മെയിലിനെ കൊടുത്ത ഒരു ഫീമെയിലിനെ മേടിക്കാൻ വേണ്ടി പോകണം. നീലക്കളർ നമുക്ക് ഇല്ലാത്തതാണ്, നമുക്ക് അതെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതെടുക്കാൻ വേണ്ടി പോണേ. അങ്ങനെ ലവ് ബേർഡ്സിന്റെ പേര് സെറ്റ് ആക്കിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കൽക്കൻ കോഴിനെ എടുക്കാം. ഈ കോഴി കൊള്ളാം കേട്ടോ. നല്ല പൊക്കമുള്ള, നല്ല മുയലിന്റെ പോലത്തെ പൂടെയുള്ള കോഴി. നീ കേട്ടോ ഫോട്ടോ എടുത്തോട്ടെ. നിന്റെ വിഷിംഗ് ലിസ്റ്റിലുള്ള സാധനം ഏതാ? ആ മുയലിനെ മേടിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോ ആ മുയലിനെ മേടിച്ചേക്കാം കേട്ടോ. സെറ്റാ കേട്. ഓക്കെ, പിന്നെ വേറെ എന്താ അടുത്ത വിഷയം ലിസ്റ്റിലുള്ളത്? ഗിനിക്കോഴി ഉണ്ട്. അപ്പൊ അതിന് 2നും വില ചോദിച്ചിട്ട് എടാ, ഈ മുയലിന്റെ റേറ്റ് എത്രയാ? 300. ഈ വലിപ്പം ആവുള്ളോ? ആ സൈസ് ആവും അല്ലെ? തീറ്റയൊക്കെ എങ്ങനെയാ? 3 നേരം എന്താ കൊടുക്കണ്ടേ? ഇതിനെത്രയാ? 300. ഇതിനെത്രയാ? ഒരെണ്ണത്തിന് 750 അല്ലേ? കൊള്ളാം.
ഇവിടെ തെരണ്ടി മീൻ വന്നിട്ടുണ്ട്. തെരണ്ടി മീൻ എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ തെരണ്ടി മീനെ കാണുന്നത്. നമ്മുടെ ചെറുക്കനും ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെയുണ്ട് തെരണ്ടി? അതാണ് മൂക്ക് അതിന്റെ. ഒന്നുകൊണ്ട് വേണ്ടിട്ട് റിങ് മേടിച്ചിട്ടുണ്ട്. റിങ് അങ്ങനെ നമ്മള് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ ലവ് ബേഴ്സിന് വേണ്ടിയുള്ള ഫീമെയിൽ പെയർ, പിന്നെ നമ്മുടെ ഐറ്റം എന്തായിരുന്നു പേര്? ഇതിന്റെ പേര് കൽക്കൻ കോഴി, പിന്നെ 2 റിങ്. റിങ് അവിടെ അവനെ റിങ്ങും പോക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ റിങ് മേടിച്ചു. നമുക്കിനി വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. കണ്ടോ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കശുവണ്ടി താറാവിനോട് നമ്മൾ എന്നേക്കുമായി വിട പറയുകയാണ്. അതിന്റെ ജീവനെ വില വെച്ചുകൊണ്ടാണ് ഈ വിൽപ്പന. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്. അവസാന ടാറ്റ കൊടുക്കാനായി മേബി പോകുന്നു. എന്നിട്ടും അതിന്റെ മണ്ട എല്ലാം കയറി ഇരിക്കുക. എന്നിട്ടും അത് മനസ്സിലാക്കുന്നില്ല നമ്മളെ. അപ്പൊ അത്രയ്ക്കുള്ള ബുദ്ധി അതിനുള്ളൂ. അപ്പൊ ഏതായാലും ഇത്ര ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നതിന് നന്ദി. നമ്മളെ മൂന്ന് അറ്റംപ്റ്റ് കഴിഞ്ഞ് അതിനെ എടുക്കാനുള്ള. അതെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. നമ്മള് സക്സസ്ഫുള്ളി വിജയിച്ചു. നമുക്ക് ഏതായാലും ഇനി വീട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ യാത്രയ്ക്ക് ശേഷം വീട്ടിലെത്തി. വീട്ടിൽ നമ്മളെ സുദേശ് കാത്തിരിപ്പുണ്ടായിരുന്നു. ചെറുക്കൻ ഞാൻ സ്കൂളിൽ പോകേണ്ട വന്നുകൊണ്ടാണ് നമ്മളിവിടെ വരാതിരിക്കാൻ പറ്റിയത്. വരാതിരിക്കാൻ പറ്റിയത്. അപ്പൊ നമുക്ക് ഏതായാലും വരാതിരുന്നത് നമുക്ക് ഏതായാലും ഇനി കൂട്ടിക്കൊണ്ടിടാം. അങ്ങനെ നമ്മള് ഞാനിരിക്കുന്ന സാധനം നമുക്ക് അൺബോക്സ് ചെയ്യാം. നമുക്ക് നോക്കാം ആള്. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ കൽക്കന് കൂട്ടുകയായിട്ട് മേടിച്ച ആൾക്കന്ന് സമൂഹം എന്നൊക്കെ വീക്ഷിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റത്തെ കൂട്ടി. അപ്പൊ നമ്മുടെ സുധീഷിനെ കൂടെ ഉണ്ടപ്പോ മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ മൊത്തം കശുവണ്ടിനെ കൊടുത്ത് അത് പറഞ്ഞായിരുന്നു. ആര് പറഞ്ഞു? ഉമ്മി പറഞ്ഞു. ശരി. സംഭവം ഇയാള് നല്ല മുഴുപ്പായിന്ന് അതിനെ കൊണ്ടപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ആ മുഴുപ്പ് ഇതിനെ കൊണ്ടുവന്ന അല്ലേ? വെളി ഇറങ്ങിയപ്പോ അടിയും നോക്കിയപ്പോഴാണ് മനസ്സിലായത്. കാലിന് മുഴുപ്പേ ഉള്ളൂ. ലവ് ബേർഡ്സിന് നമുക്ക് കൂട്ടിലോട്ട് മാറ്റാം. ലവ് ബേർഡ്സിനെ നമുക്ക് കൂട്ടിലോട്ട് മാറ്റാം. നമ്മുടെ വിശാലമായ ഷോറൂമിലേക്ക് നമുക്ക് ഇവരെ മാറ്റാം. ഇതിന് ഇത് അടി കൂടെ വെരി ഗുഡ്. എല്ലാം ഇങ്ങോട്ട് ഓക്കെ. അതും അങ്ങനെ കയറി 4 ജോഡി ലവ് ബേർഡ്സ് ഉണ്ട് കേട്ടോ. 4 ജോഡി ലവ് ബേർഡ്സ്. അടി അതിനകത്ത് ഇനി കേറി പോയി വഴക്കുണ്ടാക്കും. ഇതിന് ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ കുണൂറിന് തീറ്റ വെച്ച് കൊടുക്കുക. തീറ്റല്ല, മോതിരം ഇട്ട് കൊടുക്കുക എന്നുള്ളതിന്റെ ചടങ്ങാണ്. നമ്മുടെ കുണൂറിന് മോതിരം ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടിയാണ്. ആൾക്കാർ പറക്കാനൊക്കെ തുടങ്ങി. പണ്ടത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, നല്ല പൂട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. മോതിരം അകത്തിയിട്ടാണ് ഇടാൻ വേണ്ടി കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് മോതിരം അകത്തുമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാൻ മേല. 2 പേരും ഇവിടെ കാത്തു നിൽപ്പുണ്ട്. നമ്മള് മോതിരം ഇട്ടുണ്ടെന്നപ്പോ നമ്മളെ കൈ വന്നിരുന്നു കേട്ടോ. അപ്പൊ കുഞ്ഞിനെ നമ്മൾ ഏതാ കളറായിട്ട് കൊടുത്തേക്കുന്നത്? കളർ എന്റെ കടിയുടെ അത് കുഞ്ഞിന് നമ്മള് പച്ചയും നമ്മള് മറ്റേ നമ്മുടെ വലുതിന് നീലയാണ് ഇടുന്നത് കേട്ടോ. നമ്പർ ഞാൻ പറയാം, 439 വലിയതിന്, മറ്റേ ചെറുതിന് 303. സക്സസ്ഫുൾ റിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പോഴേക്കും മറന്നത് കണ്ടു കാണുമല്ലോ. അപ്പൊ റിംഗ് ഇട്ടിട്ടുണ്ട്. മറക്കാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ ഫാമിലി സാധനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഇനിയും സാധനങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും ഉണ്ടാവുക. ഇപ്പൊ ഷോർട്സിലുള്ള ഉണ്ടാവുന്ന സപ്പോർട്ട് അതേ വീഡിയോയിൽ നിങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ അഭിപ്രായ പ്രകാരം നമ്മുടെ ചാനലിലെ പഴയ പേജ് ഞാൻ ഇടാൻ വേണ്ടി പോവാം. കോഷപ്പിൽ നിന്നുള്ള പഴയ പേജിൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.